നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ആഗോള അയ്യപ്പ സംഗമം നാളെ നടക്കാനിരിക്കെ യുവതീ പ്രവേശനത്തിനെതിരാണ് എന്ന് വരുത്തി തീർക്കാൻ സർക്കാരിന്റെ ഒളിച്ചുകളി. നിയമസഭയിൽ ദേവസ്വം മന്ത്രി പറഞ്ഞത് കള്ളം. 2014 UDF സർക്കാരിന്റെ നിലപാട് ഇടത് സർക്കാർ തിരുത്തിയതിന് സുപ്രീം കോടതി വിധിന്യായത്തിൽ തെളിവ്. ജനങ്ങൾ കാപട്യം തിരിച്ചറിയുമെന്ന് പ്രതിപക്ഷ നേതാവ്. സന്നിധാനത്തെ സ്വർണ്ണപ്പാളിയുടെ തൂക്കക്കുറവ് നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. സ്വർണം അടിച്ചുമാറ്റിയവരെ സർക്കാരും ദേവസ്വം ബോർഡും സംരക്ഷിക്കുന്നുവെന്ന് ആരോപണം. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാത്തതിലെ രാഷ്ട്രീയം മറയ്ക്കാനെന്ന് സർക്കാർ ഹൈക്കോടതിയിലെ കേസ് ചൂണ്ടിക്കാട്ടി ചർച്ച അനുവദിച്ചില്ല. കുറ്റക്കാരെ കണ്ടെത്താൻ സർക്കാർ ശ്രമിക്കുന്നില്ലെന്ന് കുമ്മനം രാജശേഖരൻ. അയ്യപ്പ സംഗമത്തിൽ നിന്ന് പിന്മാറി ഐക്യമലയര മഹാസഭ. പ്രതിപക്ഷ നേതാവിന്റെ ആഹ്വാനം തള്ളി മുസ്ലിം ലീഗ്. സർക്കാരിന്റെ വികസന സദസ്സുമായി സഹകരിക്കും. മലപ്പുറത്തെ വികസന സദസ്സ് ഗംഭീരമായി നടത്തണമെന്ന് ജില്ലാ നേതൃത്വം. UDF ഉന്നത നേതൃത്വം ഇടപെട്ട് തിരുത്തുമെന്ന് MM ഹസൻ. KJ ഷൈനിനെതിരായ അപവാദ പ്രചാരണത്തിൽ VD സതീശനെ പ്രതിക്കൂട്ടിലാക്കി CPIM. ആസൂത്രണം നടക്കുന്നത് പറവൂർ കേന്ദ്രീകരിച്ചെന്ന് MV ഗോവിന്ദൻ. വ്യാജ പ്രചാരണത്തിന്റെ കേന്ദ്രം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസെന്ന് KJ ഷൈൻ. പഴി തന്റെ തലയിൽ കെട്ടിവെക്കേണ്ടെന്ന് സതീശന്റെ മറുപടി. കോൺഗ്രസ് അനുകൂല പോർട്ടലുകൾക്കെതിരെ കേസെടുത്ത് പോലീസ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗർഭചിത്ര ആരോപണത്തിൽ യുവതിയുമായി സംസാരിച്ച മാധ്യമപ്രവർത്തകയുടെ മൊഴിയെടുത്ത അന്വേഷണ സംഘം. രാഹുലിന് എതിരെ യുവതിയുടെ പക്കലുള്ള തെളിവുകൾ കൈമാറിയെന്നും സൂചന. രാഹുലിനും രമേശ് പിഷാരടിക്കുമെതിരെ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അഭിനയം രാഷ്ട്രീയമാക്കുന്നവർക്ക് ഒന്നും പ്രശ്നമല്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയൻ. വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ കുടുംബത്തിനെതിരെ MM ഹസൻ. രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നുവെന്ന വിമർശനം. എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് പകരം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി? വിജയന്റെ മരുമകൾ കോൺഗ്രസ് ആണോ എന്നറിയില്ലെന്നും ഹസൻ. ഗാസയിൽ സ്ഥിതി അതീവ ഗുരുതരം. കരയുദ്ധവും ആകാശയുദ്ധവും കടുപ്പിച്ച ഇസ്രായേൽ. ഗാസയ്ക്ക് പിന്നാലെ ദൈറൂലിലും സൈന്യം. ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് 100-ലേറെ ആളുകൾ. വെടിനിർത്താനുള്ള UN രക്ഷാസമിതി പ്രമേയം വീറ്റോ ചെയ്ത അമേരിക്ക. ഏഷ്യാ കപ്പിൽ ഇന്ത്യയ്ക്കിന്ന് അവസാന ഗ്രൂപ്പ് പോരാട്ടം. എതിരാളികൾ ഒമാൻ. മത്സരം രാത്രി 8-ന്. പാകിസ്ഥാനെതിരെ ICC അച്ചടക്ക നടപടിക്ക്. അയ്യപ്പ സംഗമം നാളെ. അയ്യപ്പ സംഗമം തുടങ്ങാനിരിക്കെ ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന്റെ ഒളിച്ചുകളി തുടരുകയാണ്. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന VS സർക്കാരിന്റെ സത്യവാങ്മൂലമാണ് ശരിയെന്ന് കോടതിയിൽ പറഞ്ഞത് മറച്ചുവെച്ചാണ് യുവതീ പ്രവേശനത്തെ എതിർക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ സത്യവാങ്മൂലം തിരുത്തിയിട്ടില്ല എന്ന് ദേവസ്വം മന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയെ അറിയിച്ചത്. വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാരെന്ന് കാണിക്കാനുള്ള അടവ് നയത്തിന് പ്രത്യക്ഷ ഉദാഹരണമാണ് നിയമസഭയിൽ നൽകിയ മറുപടി. കേരളത്തിൽ നിന്നും അതുപോലെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുമുള്ള അയ്യപ്പ വിശ്വാസികളുടെ അഭിപ്രായങ്ങൾ കേട്ട് ഒരു അഭിപ്രായ രൂപീകരണം നടത്തി അങ്ങനെ ശബരിമലയുടെ ഭാവിയിലേക്കുള്ള സമഗ്ര വികസനം സാധ്യമാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലൂടെയാണ് അയ്യപ്പ സംഗമം നടക്കാൻ പോകുന്നത്. ഇതാണ് സംസ്ഥാന സർക്കാരിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ലക്ഷ്യം. അതിനിടെ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു കാര്യങ്ങളും ചർച്ചയ്ക്ക് വരാതിരിക്കാൻ, പ്രത്യേകിച്ച് ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഒരു ചർച്ചയും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക ജാഗ്രത. അത് അയ്യപ്പ സംഗമത്തിലും അതെ, അതുപോലെ തന്നെ പുറത്തും അത്തരത്തിലുള്ള മറ്റ് ചർച്ചകൾ ഉണ്ടാകാതിരിക്കുവാനുള്ള ജാഗ്രത സംസ്ഥാന സർക്കാർ എടുക്കുന്നുണ്ട്. അതിന് പ്രത്യക്ഷത്തിലുള്ള ഏറ്റവും പുതിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം, അതായത് മിനിയാന്ന് നിയമസഭയിൽ ദേവസ്വം മന്ത്രി VN വാസവൻ നൽകിയ മറുപടി.
ചോദ്യം ഇതായിരുന്നു, 2011-16 കാലഘട്ടത്തിൽ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ അന്നത്തെ സർക്കാർ, അതായത് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തിരുന്ന സത്യവാങ്മൂലം അത് ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ടുള്ളതായിരുന്നു. അതിൽ 2016-21 കാലഘട്ടത്തിൽ പിണറായി സർക്കാർ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നായിരുന്നു. ഇല്ല എന്നുള്ള മറുപടിയാണ് ദേവസ്വം മന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചത്. അതിൽ പല പൊരുത്തക്കേടുകളുമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2011-16 കാലഘട്ടത്തിലെ സർക്കാരിന്റെ നിലപാടായിരുന്നില്ല ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ 2016-2021 പിണറായി സർക്കാരിന് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് മാത്രമല്ല 2007 VS അച്യുതാനന്ദൻ സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം, അതായത് ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ആ നിലപാടിനൊപ്പമായിരുന്നു പിണറായി സർക്കാർ എന്ന കാര്യത്തിലും സംശയമില്ല. അത് 2018 സുപ്രീം കോടതിയുടെ വിധിയിൽ എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. അത് 28 പേജ് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട്, ജസ്റ്റിസ് ദീപക് മിശ്രയുടെ വിധിയുടെ 28 പേജ് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുവാനും കഴിയും. അതിൽ പറയുന്നുണ്ട്, സംസ്ഥാന സർക്കാരുകൾ ഭരണം മാറി മാറി വന്നപ്പോൾ സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ മാറിയിട്ടുണ്ടല്ലോ എന്ന്. അതൊരു വിമർശന വിധേയമായിട്ടായിരുന്നു സുപ്രീം കോടതി ചോദിച്ചത്. അക്കാര്യം വിധിയിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതിൽ തന്നെ പറയുന്നുണ്ട്, 2016 ഫെബ്രുവരിയിൽ, അതായത് പിണറായി സർക്കാരിന്റെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന സമയത്ത് ഒരു സത്യവാങ്മൂലം കൊടുത്തിരുന്നു സുപ്രീം കോടതിയിൽ. അത് യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ടുള്ളതായിരുന്നു. പക്ഷേ അതിനുശേഷം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയ സമയത്ത് 2016, അതായത് അതേ വർഷം തന്നെ നവംബർ മാസത്തിൽ സുപ്രീം കോടതി നിലപാട് ആരാഞ്ഞിരുന്നു. അപ്പോൾ പിണറായി സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത് 2007 VS സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം എന്താണോ അതാണ് ശരിയെന്നാണ്. അതായത് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള സത്യവാങ്മൂലം. അതായത് 2016-2001 സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അതുതന്നെയായിരുന്നു. അതിനു മുൻപുള്ള LDF സർക്കാരിന്റെ അതേ നിലപാട് യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന നിലപാടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് നിയമസഭയിൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ സർക്കാർ ഇത് ഒളിച്ചുവെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ സത്യവാങ്മൂലത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞത്? സാങ്കേതികമായിട്ട് ചിലപ്പോൾ ഉന്നയിക്കാമായിരിക്കും, അതൊരു സത്യവാങ്മൂലമായിട്ട് നൽകിയതല്ല, നിലപാട് അറിയിച്ചതാണ് എന്നൊക്കെ. പക്ഷേ LDF സർക്കാരിന്റെ, അതായത് VS സർക്കാരിന്റെ സത്യവാങ്മൂലത്തെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സർക്കാരിന്റെ നിലപാടും അത് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ വിഷയം പൊതു മധ്യത്തിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഇടയിലും അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളുടെ ഇടയിലുമൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ സർക്കാരിന്റെ നിലപാട് എന്താണ് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായി പറയാതെ തന്നെ അത് വിശ്വാസികൾക്കൊപ്പമാണ്. അതേസമയം നവോത്ഥാന സംഘടനകളുടെ ഇടയിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ അത് നവോത്ഥാന മൂല്യങ്ങൾക്ക് അനുകൂലമാണ്. അവിടെ സ്ത്രീ പുരുഷ ഭേദം ഇല്ല സംസ്ഥാന സർക്കാരിന്. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നു എന്ന ഒരു നിലപാട് കാണിക്കുന്നതിനും വേണ്ടി ഈ വിഷയം ചർച്ചയിൽ ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ചിന്തിക്കുന്നു അല്ലെങ്കിൽ ആ നിലപാടെടുക്കുന്നു എന്ന പ്രതീതി ഉണ്ടാകാതിരിക്കാൻ 2019 അനുഭവം വെച്ചുകൊണ്ട് തന്നെ ഒരു നിലപാടെടുത്തിരിക്കുകയാണ് സർക്കാർ. അതായത് ഇക്കാര്യത്തിൽ കൃത്യമായ ഒളിച്ചുകളി തുടരുകയാണ്. അത് രേഖകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ദേവസ്വം മന്ത്രി നിയമസഭയിൽ കൊടുത്തപ്പോൾ പോലും വാസ്തവ വിരുദ്ധമായ കാര്യം നിയമസഭയെ അറിയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതിനെതിരായിട്ട് UDF MLA-മാർ പരസ്യമായിട്ട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സംഘപരിവാർ സംഘടനകളും BJPയും ഒക്കെ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് നിലപാട് പറയാത്തത്? പറയണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പക്ഷേ സർക്കാർ അതിൽ വീണിട്ടില്ല. യുവതീ പ്രവേശനം ഒരു വിഷയമേ അല്ല. അക്കാര്യം ഇവിടെ ചർച്ചയ്ക്ക് വെക്കേണ്ട ആവശ്യമില്ല. ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. അതെല്ലാം അയ്യപ്പ സംഗമം കഴിയട്ടെ, അതിന് മറ്റൊരു അജണ്ടയാണുള്ളത്, അത് ശബരിമലയുടെ വികസനം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റെല്ലാ വിമർശനങ്ങളെയും പ്രതിരോധിക്കുന്ന സംസ്ഥാന സർക്കാരിനെ കാണുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ വിഷയം മുന്നോട്ട് അയ്യപ്പ വിശ്വാസികൾക്കിടയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരുവാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ. പക്ഷേ അതിൽ വീഴുന്നില്ല സംസ്ഥാന സർക്കാർ. പക്ഷേ അതിനിടയിലും ഇരട്ടത്താപ്പ് വ്യക്തമാണ്. ഒരേ സമയത്ത് തന്നെ ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് അനുകൂലമാണെന്നും അതേ സമയത്ത് തന്നെ ഞങ്ങൾ നിലപാടിൽ ശബരിമല വിശ്വാസികൾക്കൊപ്പമാണ്, അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ അതേ സത്യവാങ്മൂലം തന്നെ ഇപ്പോഴും സുപ്രീം കോടതിയിൽ പിന്തുടരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇരട്ടത്താപ്പ് കാട്ടിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം അത്രയേറെ വിമർശനങ്ങൾ അയ്യപ്പ വിശ്വാസികളോട് സംസ്ഥാന സർക്കാരിനും CPM-നുമുള്ള നിലപാടിനെക്കുറിച്ച് അത്രയേറെ വിമർശനങ്ങൾ ഉയരുമ്പോഴാണ് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒളിച്ചുകളികൾ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പമ്പയിൽ നിന്ന് മഞ്ജുഷ് ഗോപാൽ. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന ഐക്യ മലയരയ മഹാസഭ. സംഗമത്തിൽ പങ്കെടുക്കുമെന്ന പ്രചാരണം തെറ്റാണ് എന്ന് മലയരയ മഹാസഭ ജനറൽ സെക്രട്ടറി PK സജീവ് വ്യക്തമാക്കി. തന്റെ പേര് സംഗമത്തിന്റെ നോട്ടീസിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് വിശദീകരണം. മലയരയ സഭ ആവശ്യപ്പെട്ട ഒന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. കടുത്ത അവഗണനയാണ് ദേവസ്വം ബോർഡ് കാട്ടുന്നത് എന്നും PK സജീവ് വിമർശിച്ചു. സർക്കാരിന്റെ നവോത്ഥാന സമിതിയിൽ ഉണ്ടായിരുന്ന നേതാവായിരുന്നു PK സജീവ്.
ഞങ്ങളെ ഒരു ചർച്ചയ്ക്ക് പോലും, ഇതൊരു ജനാധിപത്യ ലോകമല്ലേ, അവിടെ ഒരു ചർച്ചയ്ക്ക് പോലും ഞങ്ങളെ വിളിക്കാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങളെ പമ്പയിൽ നടക്കുന്ന സംഗമത്തിലേക്ക് ഞങ്ങളെ വിളിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം. ഞങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അങ്ങനെ നിലനിൽക്കുകയല്ലേ? ആ ആവശ്യങ്ങൾ എന്താ മാന്യമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുവാൻ തയ്യാറാകാത്തത്? അത് തയ്യാറാകണമല്ലോ. ഞങ്ങളെ ഇപ്പോൾ പന്തളത്ത് നടക്കുന്ന സമ്മേളനത്തിലേക്ക് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. പമ്പയിൽ ഞങ്ങളുടെ പ്രതിനിധികൾ പോലും പോകുന്നില്ല. കാരണം സമുദായത്തിന്റെ ദുഃഖമാണ്, സമുദായത്തിന്റെ ശക്തമായ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ അറിയിക്കുവാനുള്ളത്. കഴിഞ്ഞ 9 വർഷമായിട്ട് ഞാൻ എന്തുമാത്രം നിവേദനം മലയരയ സമുദായ സർക്കാരിലേക്ക് തന്നിട്ടുണ്ട്. ഏതെങ്കിലും കാര്യത്തിൽ ഔദ്യോഗികമായി ഒരു ചർച്ച നടത്തിയിട്ടുണ്ടോ? ആ ചർച്ച നടത്തുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? ആ ഒരു ബുദ്ധിമുട്ടുമല്ല ഞാൻ കാണുന്നത്. പമ്പയിൽ നടക്കുന്നത് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടക്കുന്നത്. അതേസമയം പന്തളത്ത് നടക്കുന്നത് ആഗോള അയ്യപ്പ സംഗമമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് സഭയ്ക്ക് പറയാനുള്ളത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്ക് ഫണ്ട് അനുവദിക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ദേവസ്വം ബോർഡിന്റെ തനത് ഫണ്ടിൽ നിന്നും തുക അനുവദിക്കണമെന്ന ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവാണ് സ്റ്റേ ചെയ്തത്. കാഞ്ഞങ്ങാട് സ്വദേശി AV രാമചന്ദ്രൻ അഡ്വക്കേറ്റ് KV ലക്ഷ്മി മുഖേന നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. തനത് ഫണ്ട് ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകാൻ കമ്മീഷണർക്ക് അധികാരമില്ലെന്ന് ഹർജിക്കാരൻ ആരോപിച്ചു. മലബാർ ദേവസ്വം ബോർഡ് സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ ആണ് ഈ നിർദ്ദേശമെന്നും ഹർജിയിൽ പറയുന്നു. ഹർജിയിൽ മലബാർ ദേവസ്വം ബോർഡിനും സർക്കാരിനും ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നോട്ടീസ് അയച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ അയക്കുന്നത് തമിഴ്നാട് മാത്രം. മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്ഷണം ഉണ്ടായിരുന്നുവെങ്കിലും അവസാന നിമിഷം അവർ പിന്മാറി. ഇതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് ദേവസ്വം പ്രസിഡന്റിന്റെ പ്രതികരണം. രഞ്ജിത്ത് രാമചന്ദ്രന്റെ റിപ്പോർട്ടിലേക്ക്. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ കൂടുതലായി പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും അടക്കം നമ്മുടെ മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പലപ്പോഴും നേരിട്ട് ക്ഷണിക്കുകയായിരുന്നു. കുറെ ആളുകളെ ദേവസ്വം പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ക്ഷണമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരൊക്കെ പങ്കെടുക്കുമെന്നുള്ള ആത്മവിശ്വാസം സർക്കാർ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ലിസ്റ്റിൽ ഒക്കെ അവരുടെ പേരുമൊക്കെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തുകയും മറ്റും ചെയ്തിരുന്നു. ഇപ്പോൾ അന്തിമ ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാർ മാത്രമാണ്, 1-2 മന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുക എന്നുള്ളതാണ്. അതിൽ ഒരു മന്ത്രിയുടെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോഴും ഉറപ്പ് വന്നിരിക്കുന്നത്. മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, അതായത് ആന്ധ്ര, തെലങ്കാന, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ഒപ്പം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവർ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നില്ല എന്നിപ്പോൾ സർക്കാരിന് ഏറ്റവും അവസാന നിമിഷം അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഹൈന്ദവ സംഘടനകൾ ഒപ്പം BJP ഉയർത്തിയ ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളും സംശയങ്ങളുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ പങ്കെടുക്കാത്തത് എന്നുള്ള സൂചനകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അവർക്കും ഈ വിഷയത്തിൽ പങ്കെടുത്താൽ എന്താകുമെന്ന കാര്യത്തിൽ, അതായത് നമുക്കറിയാം ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലായും അയ്യപ്പ ഭക്തർ സംസ്ഥാനത്തേക്ക് ഈ ശബരിമലയിലേക്ക് എത്തുന്നൊരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ അനവധി ആളുകളാണ് ഓരോ വർഷവും ശബരിമലയിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ മലയാളികളെക്കാൾ കൂടുതൽ ഈ ഭക്തർ തന്നെയാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സംശയം ഭക്തരിലേക്ക് എത്തുന്നു എന്നുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ സംസ്ഥാനങ്ങളുടെ പ്രതികൾ പങ്കെടുക്കാത്തതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ഇതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട് എന്നാണ്. അതായത് രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങൾ കൂടി ഇത്തരം ആളുകൾ പങ്കെടുക്കാത്തതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ NSS അവരുടെ ഭാഗത്തു നിന്ന് പ്രതിനിധി അയക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. SNDPയുടെ ഭാഗമായി വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് ചില ശാരീരിക പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. മലയാര സഭ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. മലയാര സഭ നമുക്കറിയാം ഇവിടെ ഏറ്റവും പ്രധാനമായും ശബരിമലയുമായി ആചാരങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സമുദായമാണ്. നമുക്ക് മനസ്സിലാകുന്നത് ഏതാണ്ട് 3800ഓളം പ്രതിനിധികൾ ഈ സംഗമത്തിൽ പങ്കെടുക്കും. അതിൽ കൂടുതൽ ആളുകളും നേരത്തെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് പങ്കെടുക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. അവരിൽ ഈ 5000ഓളം ആളുകൾ രജിസ്റ്റർ ചെയ്തതിൽ നിന്ന് 3800ഓളം ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമമാണ്. ഇതുകൂടാതെ 500ഓളം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, അത് മലയാളികളായിരിക്കും കൂടുതലായും, അവരെയും പങ്കെടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ളൊരു വ്യക്തത കൂടുതലായി ഇനിയിപ്പോൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. പമ്പയിൽ അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ ആണ്. കനത്ത ചൂടിനെ മറികടക്കാനുള്ള ജർമ്മൻ പന്തൽ ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. നാളെയാണ് അയ്യപ്പ സംഗമം. ഡാൻ കുര്യനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർണ്ണമായിരിക്കുന്നു. മുഖ്യമന്ത്രിയാണ് നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എപ്പോഴാണ് എത്തുക? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ, ദേവസ്വം മന്ത്രി VN വാസവൻ അല്പസമയത്തിന് മുമ്പ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം
അല്പസമയത്തിനകം ഇവിടെ ഈ പ്രധാന വേദിയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ അവിടേക്ക് എത്തും. മുഖ്യമന്ത്രിയും വൈകാതെ തന്നെ പത്തനംതിട്ടയിൽ എത്തും. അദ്ദേഹം ഇന്ന് ഇവിടം സന്ദർശിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉദ്യോഗസ്ഥർക്കടക്കം ഒരു വ്യക്തത കൈവന്നിട്ടില്ല. ഒരുപക്ഷെ നാളെ രാവിലെ ചിലപ്പോൾ അദ്ദേഹം എത്തുകയുള്ളൂ ഇവിടേക്ക് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും അന്തിമവട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കും, ഏറെക്കുറെ പൂർത്തിയായിരിക്കും. ഇനി അവശേഷിക്കുന്നവ ഇന്ന് രാത്രി കൊണ്ട് തന്നെ പൂർത്തിയാകും. 3500 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ജർമ്മൻ ടെന്റ് പന്തലാണ് എനിക്ക് പിന്നിൽ. അവിടെ എല്ലാ ഒരുക്കങ്ങളും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. വലിയ ചൂടുണ്ട് ഇവിടെ പകൽ സമയത്ത്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ എത്തുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നടക്കം എത്തുന്ന പ്രതിനിധികൾക്ക് സുഗമമായി ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം നിലയ്ക്കൽ മുതൽ ഈ പമ്പ വരെ വലിയ പോലീസ് സുരക്ഷയുണ്ട്. വാഹനങ്ങളടക്കം കൃത്യമായി പരിശോധിച്ച് മാത്രമേ ഇവിടേക്ക് കടത്തിവിടുന്നുള്ളൂ. ഈ നാളെ ഈ സംഗമം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തീർത്ഥാടകർക്ക് ഇവിടേക്ക് എത്തുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അതായത് തിരക്ക് കാരണമല്ല, മറ്റ് പോലീസിൻ്റെ പരിശോധനകളും അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെയൊക്കെ ഭാഗമായി വാഹനങ്ങൾ നിലയ്ക്കൽ വഴി ഇവിടേക്ക് കടത്തിവിടുന്നതിന് ചില തടസ്സങ്ങൾ, നിയന്ത്രണങ്ങൾ നാളെ നിലവിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ADGPയുടെ മേൽനോട്ടത്തിൽ വൻ പോലീസ് സംഘമാണ്. തിരുവനന്തപുരം റേഞ്ചിൻ്റെ ചുമതലയുള്ള DIG ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയാണ്. വൻ പോലീസ് വിന്യാസമാണ് നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള വഴികളിലെല്ലാം. മുഖ്യമന്ത്രിക്ക് പുറമെ മറ്റ് വിശിഷ്ടാതിഥികൾ അടക്കം പങ്കെടുക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. എന്തായാലും മറ്റ് ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നും നാളെയും തിരക്ക് വളരെ കുറവായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം മാസപൂജയുടെ സമയത്ത് സാധാരണയായുള്ള തിരക്ക് പോലും ഇന്നും ഇന്നലെയും ഒന്നും അനുഭവപ്പെടുന്നില്ല. അത് ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞതിന് ശേഷം ദർശനം നടത്താമെന്നൊരു വിലയിരുത്തലിൽ ഭക്തർ ഇവിടേക്ക് എത്താതിരിക്കുന്നതാകാമെന്നാണ് കരുതുന്നത്. എന്തായാലും ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. നാളെ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർണ്ണമാകുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന് എല്ലാവരെയും ഒരേ മനസ്സോടെയാണ് ക്ഷണിച്ചത് എന്നും പങ്കെടുക്കുകയോ ഇല്ലയോ എന്നത് അവരുടെ സൗകര്യം ആണ് എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ന്യൂസ് 18നോട് പറഞ്ഞു. ശബരിമല വികസനം ആഗ്രഹിക്കുന്ന എല്ലാവരെയും ദേവസ്വം ബോർഡ് സ്വാഗതം ചെയ്യുന്നു. ദേവസ്വം ബോർഡ് ഇതിലൊന്നും രാഷ്ട്രീയം കാണുന്നില്ല എന്നും പ്രശാന്ത് വ്യക്തമാക്കി. ഞങ്ങൾ ആരെയും ഒഴിവാക്കിയിട്ടില്ല. എല്ലാവരും ശബരിമലയാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എല്ലാവരെയും കൂട്ടി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. പക്ഷെ എന്തായാലും ഞങ്ങളുടെ ഒരു വിഷയം എന്താണ്, ഞങ്ങൾക്കിത് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അവരുടെ ഒപ്പീനിയൻ കിട്ടുക, സാധാരണ ഭക്തജനങ്ങളുടെ ഒപ്പീനിയൻ കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയത്തിൽ ചർച്ച അനുവദിക്കില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. ഇതോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. സ്വർണം അടിച്ചോണ്ടു പോയവരെ സംരക്ഷിക്കുകയാണ് സർക്കാരും ദേവസ്വം ബോർഡും എന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. ഇതിന് സർക്കാർ മറുപടി പറയും വരെ ആരും അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കരുത് എന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പം പൊതിഞ്ഞ സ്വർണ്ണപ്പാളി അനുമതിയില്ലാതെ കൊണ്ടുപോയതായും സ്വർണ്ണപ്പാളിയുടെ ഭാരം കുറഞ്ഞതായി കണ്ടെത്തിയതായും ശബരിമലയോട് സർക്കാർ അവഗണന കാട്ടുന്നതായും പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടി നിർത്തിവെക്കുന്ന വിക്ഷേപമാണ് ഇന്ന് നൽകിയത്. ചട്ടം 50 പ്രകാരം ഇന്ന് നോട്ടീസ് ലഭിച്ച ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിരിക്കുന്ന ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള നിയമസഭയുടെ നടപടിക്രമവും കൃത്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ 52 ക്ലോസ് 7 പ്രകാരം നോട്ടീസ് സ്വീകാര്യയോഗമല്ലെന്ന് അറിയിക്കുന്നു. ശബരിമലയിൽ നിന്നും അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാത്തതിലെ ജാള്യം മറയ്ക്കാനാണ് അനുമതി കിട്ടിയില്ല എന്നും ഉറപ്പായ വിഷയത്തിൽ റൂൾ 15 നോട്ടീസ് നൽകിയത് എന്നായിരുന്നു സർക്കാർ നിലപാട്. സ്വർണം കാണാതായ സംഭവം 2019 മുതൽ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളതാണ് എന്ന് ദേവസ്വം മന്ത്രിയും വ്യക്തമാക്കി. ആഗോള അയ്യപ്പ സംഗമം ഇന്ന് ഭംഗിയായി ഫലപ്രദമായി നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞ് ഇത് സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വന്ന എല്ലാ ഹർജികളും തള്ളി ഇതുമായി മുന്നോട്ട് പോകാനുള്ള അനുമതി തന്നു. വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന രൂപത്തിലേക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിന് മങ്ങലേൽപ്പിക്കാൻ കഴിയുമോ എന്നൊരു പാഴ്ശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ പ്രമേയത്തിൻ്റെ പിന്നിലുള്ളത്. ഇത് യഥാർത്ഥത്തിൽ കോടതി ഈ വിഷയം പരിഗണിക്കും. 2019 വിഷയമാണ്, ഇപ്പോഴത്തെ വിഷയമല്ല. 2019
ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊരു പരിശോധന നടത്താൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ദേവസ്വം വിജിലൻസ് ഓഫീസർക്ക് ഉത്തരവ് നൽകി 30-ാം തീയതി വീണ്ടും ഈ കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തേക്കാളും മിനിഞ്ഞാന്നത്തേക്കാളും കൂടുതൽ പരിഹാസ്യമായി ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നുള്ളൊരു ഗതികേട് മാറ്റാൻ വേണ്ടി മാത്രം നടത്തിയ ശ്രമമായി അത് കണ്ടാൽ മതി. കേരളത്തിലെ വിശ്വാസ സമൂഹം കേരളത്തിലെ വിശ്വാസ സമൂഹം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ദേവസ്വം വകുപ്പിന്റെയും എല്ലാം സഹായത്തോടു കൂടി ആഗോള അയ്യപ്പ സംഗമം മഹാസംഗമം നടത്താൻ എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കുകയാണ്. അപ്പൊ അതിലിപ്പോൾ എങ്ങനെയെങ്കിലും പങ്കെടുക്കാതെ പോകുമ്പോഴുള്ളൊരു ജാള്യം എങ്ങനെ മറയ്ക്കണം എന്ന ശ്രമം ഈ രൂപത്തിൽ കൊണ്ടുവരുന്നത് അങ്ങേയറ്റം തെറ്റാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളി അനുമതിയില്ലാതെ കടത്തിക്കൊണ്ടുപോയി പിന്നീട് അത് പരിശോധിക്കുമ്പോൾ 4 കിലോയോളം കുറവ് വന്നു. ഈ വിഷയമാണ് റൂൾ 50 നോട്ടീസായി ഇന്ന് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷേ നോട്ടീസ് പരിഗണിക്കുമ്പോൾ തന്നെ സ്പീക്കർ പറഞ്ഞത് ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്, ഇത് ചർച്ച ചെയ്യുന്നത് ചട്ടവിരുദ്ധമാണ്, സഭയുടെ കീഴ്വഴക്കങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമാണ്, അതുകൊണ്ട് തന്നെ അത് ചർച്ച ചെയ്യാൻ അനുവദിക്കില്ല നിലപാട്, നോട്ടീസ് പരിഗണിക്കാൻ പോലും കഴിയുന്ന നിലപാട് സ്പീക്കർ സ്വീകരിച്ചു. വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു. എന്തുകൊണ്ടാണ് നേരത്തെയും ഇത്തരം കീഴ്വഴക്കങ്ങൾ, കോടതികളുടെ പരിഗണന വിഷയങ്ങൾ സഭ ചർച്ച ചെയ്ത കീഴ്വഴക്കങ്ങളുണ്ട്, ഇത് മാത്രം എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിറങ്ങിപ്പോവുകയും ചെയ്തു. ഈ വിഷയം ശബരിമലയിലെ അയ്യപ്പ സംഘവുമായാണ് പ്രതിപക്ഷം കൂട്ടിച്ചേർക്കുന്നത്. അതായത് ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തുന്നു, എന്നാൽ അയ്യപ്പന്റെ സ്വർണം കാണാതെ പോയ സംഭവമുണ്ട്, കട്ടുകൊണ്ടുപോയ സംഭവമുണ്ട്. അതിൽ കുറ്റക്കാരെ സംരക്ഷിക്കുകയാണ് സർക്കാരും ദേവസ്വം ബോർഡും ചെയ്യുന്നത്. ആ സ്വർണം എവിടെ പോയി, എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് മറുപടി പറയും വരെ അയ്യപ്പ സംഗമത്തിൽ വിശ്വാസികൾ പങ്കെടുക്കരുതെന്നൊരു നിർദ്ദേശം കൂടി പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചു. അദ്ദേഹം അത് പറയുന്നത് 3 കാര്യങ്ങൾ, അയ്യപ്പ സംഗമത്തിൽ നിന്ന് ഞങ്ങൾ വിട്ടുനിൽക്കുകയല്ല, ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. 3 ചോദ്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്താണ് സർക്കാർ നിലപാട്? നേരത്തെ നൽകിയ സത്യവാങ്മൂലം തിരുത്താൻ സർക്കാർ തയ്യാറാകുമോ? ഇപ്പോൾ ഈ ഭരണത്തിന്റെ 10ാം വർഷത്തിലാണോ ശബരിമല മാസ്റ്റർ പ്ലാനെ പറ്റി സർക്കാർ ആലോചിക്കുന്നത്? മുതിർന്ന നേതാക്കൾക്കെതിരെ അടക്കമെടുത്ത കേസുകൾ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ട്, അത് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുമോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നില്ല നിലപാടാണ് തങ്ങൾ സ്വീകരിക്കുന്നത്. ബഹിഷ്കരിക്കാൻ തങ്ങൾ ആഹ്വാനം ചെയ്തിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ 3 ദിവസം തുടർച്ചയായി സഭയിൽ റൂൾ 50 നോട്ടീസ് ചർച്ച ചെയ്ത് അവിടെ അമ്പെ പരാജയപ്പെട്ടതിന്റെ ക്ഷീണം, ജാള്യത മറയ്ക്കാനും അയ്യപ്പ സംഗമം നന്നായി നടക്കുമ്പോൾ അത് പങ്കെടുക്കാതെ മാറി നിൽക്കുന്നതിലെ ജാള്യത ഇല്ലാതാക്കാനുമാണ് പ്രതിപക്ഷം ഇന്ന് ഒരിക്കലും അംഗീകരിക്കില്ല, അനുമതി ലഭിക്കില്ലെന്ന് ഉറപ്പായ വിഷയം റൂൾ 50 നോട്ടീസായി കൊണ്ടുവന്നതെന്നാണ് പാർലമെന്ററി കാര്യ മന്ത്രി എം.ബി. രാജേഷും നിയമമന്ത്രി പി രാജീവും സഭയിൽ വ്യക്തമാക്കിയത്. പ്രതിപക്ഷത്തിന് ശക്തമായ വിമർശനം അവർ ഈ വിഷയത്തിൽ ഉന്നയിക്കുകയും ചെയ്തു. ദേവസ്വം മന്ത്രി വി എൻ വാസവനും ശബരിമലയിൽ അയ്യപ്പ സംഗമത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി, പ്രതിപക്ഷം വിട്ടുനിൽക്കുന്നത് മാത്രമാണ് അതിലെ കുറവ്. അതിൽ ആ ഒരു വിഷയത്തിൽ പ്രതിപക്ഷം പങ്കെടുക്കാത്തതിനെ ദേവസ്വം മന്ത്രി വിമർശിച്ചു. ഏതായാലും ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കാണാതെ പോയത് വർഷങ്ങളെ പഴക്കമുള്ള കേസാണ്. കോടതി 2019 നടപടി ആരംഭിച്ച വിഷയമാണ്. അതിൽ സർക്കാർ അന്വേഷണം നടത്തുകയാണെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഈ വിഷയം കൂടി അയ്യപ്പ സംഘവുമായി ചേർത്ത് വെച്ചാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. വരും ദിവസങ്ങളിലും ഈ വിഷയങ്ങൾ ഉന്നയിച്ച് ശക്തമായ പ്രതിഷേധം തുടരുമെന്ന മുന്നറിയിപ്പ് നൽകിയാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ശബരിമല യുവതീ പ്രവേശനത്തിലെ സത്യവാങ്മൂലം തിരുത്തി കേസുകൾ പിൻവലിക്കുമോ എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനും ദേവസ്വം ബോർഡും ഇല്ല, മുഖ്യമന്ത്രിയും വാസവനും മാത്രമാണ്. ഈ കാപട്യം ജനങ്ങൾ തിരിച്ചറിയുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നിങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം, ആചാര ലംഘനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം തിരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? 2, ഇത് സംബന്ധിച്ച് അന്നെടുത്ത കേസുകൾ, നാമജപഘോഷയാത്ര നടത്തിയതുൾപ്പെടെ ഉമ്മൻചാണ്ടിക്കെതിരെ, രമേശ് ചെന്നിത്തലയ്ക്കെതിരെ, അടൂർ പ്രകാശിനെതിരെ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക്, സ്ത്രീകൾക്കെതിരെ എടുത്ത 1000കണക്കിന് കേസുകൾ നിങ്ങൾ പിൻവലിക്കുമോ? 3ാമത്തെ ചോദ്യം, 10 കൊല്ലം ആയി തീരാൻ പോവാൻ, ഭരണത്തിന്റെ സായാഹ്നത്തിലെത്തിയപ്പോഴാണ് ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ വേണം എന്ന തോന്നലുണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയത് ജനങ്ങളെ കബളിപ്പിക്കാനല്ലേ? ഈ 3 ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ട് വേണം. നിങ്ങൾ കണ്ടില്ലേ അയ്യപ്പ സംഗമത്തിന്റെ വലിയ ബോർഡിൽ വെച്ചിരിക്കുന്ന തിരുവനന്തപുരത്ത്? പിണറായി വിജയനും ദേവസ്വം മന്ത്രി വാസവനും മാത്രമേ ഉള്ളൂ. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇല്ല, അയ്യപ്പനും ഇല്ല. അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനില്ല. പിണറായി വിജയനും വാസവനും മാത്രമേ ഉള്ളൂ ബോർഡിൽ, ദേവസ്വം ബോർഡും ഇല്ല. ദേവസ്വം ബോർഡാണ് മുന്നിൽ നിന്ന് നയിക്കുന്നതെന്ന് പറഞ്ഞു.
ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന് സ്വാഗത സംഘത്തിൽ കൊടുത്തിരിക്കുന്നത് ഫുഡ് കമ്മിറ്റി അധ്യക്ഷനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഈ നാടകം അയ്യപ്പ ഭക്തർ തിരിച്ചറിയും. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ കുറ്റക്കാർ ആരാണെന്ന് കണ്ടെത്താനും നടപടിയെടുക്കാനും സർക്കാർ ശ്രമിക്കുന്നില്ല എന്ന് കുമ്മനം രാജശേഖരൻ. അയ്യപ്പ സംഗമത്തിന് പിന്നിൽ സുതാര്യതയില്ല, ദുരൂഹതകളാണ് എന്നും കുമ്മനം രാജശേഖരൻ വിമർശിച്ചു. 4 കിലോ സ്വർണം കാണാനില്ല എന്നുള്ളത് വളരെ വ്യക്തമായ രേഖയാണ്. അതേക്കുറിച്ച് എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റൊന്നും സംസാരിക്കുന്നില്ല? 4 കിലോ സ്വർണം എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. 4 കിലോ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതേക്കുറിച്ച് അന്വേഷണത്തിന് ഉത്തരവിടണ്ടേ? അതേക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ മുൻകൈയെടുക്കണ്ടേ? അതിൻ്റെ ഉത്തരവാദി ആരാണ് എന്ന് കണ്ടുപിടിക്കണ്ടേ? കോടതിയിരിക്കുന്ന എത്രയോ കേസുകൾ സംബന്ധിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാം. എന്തുകൊണ്ട് കുറ്റക്കാരാരാണെന്നും അത് കണ്ടെത്താനുള്ള നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ അയ്യപ്പ സംഗമത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അതിൽ സുതാര്യതയുണ്ടെങ്കിൽ, അതിൽ സുതാര്യത വേണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ചുള്ള സംശയങ്ങൾ നീങ്ങണം. അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ വളരെ പെട്ടെന്ന്, യാതൊരു വിധത്തിലുള്ള ഒരു താമസവും കൂടാതെ വളരെ പെട്ടെന്ന് നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമാക്കി BJP ക്രൈസ്തവരുടെ പൊതുവിഷയങ്ങൾ ഏറ്റെടുത്ത് സമരത്തിന് ഒരുങ്ങുകയാണ്. തുടക്കം എന്ന നിലയിൽ JB കോച്ചി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം എന്നാവശ്യപ്പെട്ട് നിയമസഭാ മാർച്ച് നടത്താനാണ് നീക്കം. ക്രൈസ്തവ സഭകളുമായി ചേർന്ന് നിന്നുള്ള പല ശ്രമങ്ങളും ക്രൈസ്തവരെ അടുപ്പിക്കാൻ വേണ്ടി BJP നടത്തിയിരുന്നു. ഇതിനൊക്കെ അപ്പുറത്തേക്കാണ് ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് രംഗത്തിറങ്ങാനുള്ള ഒരു തീരുമാനം. സഭകൾ ചൂണ്ടിക്കാട്ടിയ പല പ്രശ്നങ്ങൾ, ഇപ്പോൾ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ പ്രശ്നത്തിലടക്കം BJP സംസ്ഥാന നേതൃത്വം കാര്യമായി ഇടപെടുകയും അവരെ പുറത്തിറക്കാനൊക്കെയുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും പോരാ. അതിനും അപ്പുറത്തേക്ക് നേരത്തെ തന്നെ ഉണ്ടായൊരു തീരുമാനം നിരന്തരം സഭാസ്ഥാനങ്ങളിൽ സമ്പർക്കമുണ്ടാകണം എന്നുള്ളതായിരുന്നു. അതിനും അപ്പുറത്തേക്ക് ക്രൈസ്തവ വിഷയങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണം എന്ന ആവശ്യം സഭകൾ ഉന്നയിക്കുന്നതാണ്. പക്ഷേ കാര്യമായി സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി ഒരു നടപടിയും പിന്നീട് ഇറക്കിയിട്ടില്ല എന്ന വിമർശനം സഭകൾ തന്നെ ഉന്നയിക്കുന്നു. കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വലിയ സമരം നടത്താനുമിരിക്കുകയാണ്. ഇതിനിടെയാണ് ഇപ്പോൾ BJP നേരിട്ട് സമരരംഗത്തേക്ക് ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരരംഗത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് നിയമസഭ അല്ലെങ്കിൽ ഈ നടക്കുന്ന കാലയളവിൽ തന്നെ സമരം സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്കാണ് BJP സംസ്ഥാന നേതൃത്വം ഇടപെടുന്നത്. ഈ അടുത്ത കാലത്ത് K. സുരേന്ദ്രനെ പോലുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത് തൃശ്ശൂരിൽ ഉൾപ്പെടെ സഭാ വോട്ട് കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മറുപടി. ക്രിസ്ത്യാനികളുടെ വോട്ട് നേടിയെടുക്കാൻ ക്രൈസ്തവ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരുപക്ഷെ CPM-ഉം കോൺഗ്രസും ഉയർത്തിക്കാട്ടാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള രാഷ്ട്രീയമാണ് ഇവിടെ പ്രധാനമായും അവർ ഉന്നയിക്കുന്നത്. സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരു കൃത്യമായ ഫലത്തിൽ മറ്റ് രണ്ട് മുന്നണികൾക്കും ഇടപെടാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വിവിധ തരത്തിലുള്ള ഇത്തരം വിഷയങ്ങളുമായി മുന്നോട്ട് പോകാനാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സിൽ മുസ്ലിം ലീഗ് ഭാഗമാകില്ല. ലീഗ് സ്വന്തം നിലയിൽ വികസന സദസ്സുകൾ സംഘടിപ്പിക്കും. UDF സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനമാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുക എന്നും ലീഗ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, വികസന സദസ്സ് ഗംഭീരമായി നടത്തണമെന്ന തരത്തിലുള്ള പ്രതികരണം മലപ്പുറത്ത് നിന്ന് വന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനെ തിരുത്തും UDF എന്ന് M. ഹസൻ പറയുകയും ചെയ്തതാണ്. ഇപ്പോൾ ഏത് പശ്ചാത്തലത്തിലാണ് ഈ മാറ്റം? ലീഗ് ഇതിൽ നിന്ന് വിട്ടുനിൽക്കുക തന്നെയാണോ? അഭിലാഷ്, ഈ ഒരു വിഷയത്തിൽ തന്നെ UDF-ന്റെ പൊതുനിലപാടിനൊപ്പമല്ല മുസ്ലിം ലീഗ് എന്ന തരത്തിലാണ് വാർത്തകൾ വന്നിരുന്നത്. ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഹമീദ് മാസ്റ്റർ തദ്ദേശ ഭരണ സ്ഥാപന അധ്യക്ഷന്മാർക്ക് അയച്ച കത്താണ് പുറത്തു വന്നിരുന്നത്. ഇതിൽ വികസന സദസ്സിൽ പങ്കെടുക്കേണ്ടതുണ്ട്, അതല്ലെങ്കിൽ CPM അവരുടെ പഞ്ചായത്ത് സെക്രട്ടറിമാരെ വെച്ച് CPM-ന്റെ പരിപാടിയായി നടത്തുമെന്നും പഞ്ചായത്തുകളുടെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാതെ വരുമെന്നും അതുകൊണ്ട് നമ്മളിതിൽ പങ്കെടുക്കണമെന്നും ഇത് ഗംഭീരമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്തായിരുന്നു പുറത്തു വന്നത്. എന്നാൽ അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ M. ഹസൻ മലപ്പുറത്ത് വെച്ച് തന്നെ അത്തരത്തിലൊരു ഒരു സംസ്ഥാനത്തിന്റെ ഒരു തീരുമാനം ഒരു ജില്ലയ്ക്ക് മാത്രമേ മാറ്റാൻ കഴിയില്ല, അത് പരിശോധിക്കുമെന്ന തരത്തിലുള്ള പ്രതികരണം വന്നു. തൊട്ടു പിന്നാലെയാണ് ഹമീദ് മാസ്റ്റർ, അദ്ദേഹം ഫോണിലാണ് സംസാരിച്ചത്, ഇക്കാര്യത്തിൽ ലീഗിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ലീഗ് സ്വന്തം നിലയിൽ UDF സ്വന്തം നിലയിലാണ് ജില്ലയിൽ വികസന സദസ്സ് സംഘടിപ്പിക്കുക. അത് സർക്കാർ സംഘടിപ്പിക്കുന്ന വികസന സദസ്സുമായി ചേർന്ന് പോകുന്നതല്ല, സ്വന്തം നിലയിൽ സംഘടിപ്പിക്കും. കാരണം നമുക്കറിയാം മലപ്പുറം ജില്ലയുടെ 94-ൽ
94 പഞ്ചായത്തിൽ 70 UDF ആണ് ഭരിക്കുന്നത്. അതേപോലെ തന്നെ 12 നഗരസഭകളിൽ 9 ലീഗാണ് ഭരിക്കുന്നത്, UDF ആണ് ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു സർക്കാർ ഈ ഒരു തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തുമ്പോൾ അതിനെ നേട്ടം UDFന് കിട്ടാതെ പോകുന്നു എന്ന ഒരു കാരണം ചൂണ്ടിക്കാണിച്ചാണ് ഇതിന് സഹകരിക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ UDFന്റെ പൊതു തീരുമാനത്തിനൊപ്പം നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്വന്തം നിലയിൽ സംഘടിപ്പിച്ച് ഈ വിഷയം കൂടുതൽ വിവാദമാക്കാതിരിക്കാനാണ് ഇപ്പോൾ ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് CV അനുമോദ് നൽകിയത്. ഇടവേള. ആക്രമണത്തിൽ CPIM നേതാവ് KJ ഷൈനിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ഒരു യൂട്യൂബ് ചാനലിനും കോൺഗ്രസ് അനുകൂല സൈബർ പോർട്ടലുകൾക്കും എതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത്. കേസിൽ ആലുവ സൈബർ പോലീസ് ഷൈനിന്റെ മൊഴി രേഖപ്പെടുത്തി. പരാതി നൽകി തൊട്ടടുത്ത ദിവസം തന്നെയാണ് പോലീസ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. എറണാകുളം റൂറൽ സൈബർ പോലീസിനാണ് അന്വേഷണത്തിന് ചുമതല. KJ ഷൈനിന്റെ പറവൂരിലെ വീട്ടിലെത്തി പോലീസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തി. അതേസമയം ഇത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള സൈബർ ആക്രമണം ആണെന്ന നിലപാടിൽ തന്നെയാണ് KJ ഷൈൻ. തനിക്കെതിരായ വ്യാജ പ്രചാരണത്തിന്റെ കേന്ദ്രം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസാണെന്നും അദ്ദേഹം അറിയാതെ ഒന്നും നടക്കില്ലെന്നും അവർ പറയുന്നു. ആരോപണം നേരിടുന്ന കോൺഗ്രസ് MLA സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അവർ പറഞ്ഞു. കോൺഗ്രസ് എന്നുള്ള ആ ഒരു ഒറ്റ ഇത് ഞാൻ കൊടുക്കുന്നില്ല. അതിനകത്തുള്ള ഏറ്റവും മ്ലേച്ഛമായ ജീർണിച്ച മാനസികാവസ്ഥയുള്ള കുറേ പേര് അതിൻ്റെ അകത്ത് കടന്നുകൂടിയിട്ടുണ്ട്, അധികാരത്തിനും പണത്തിനും വേണ്ടി. അങ്ങനെയുള്ള ആളുകൾക്ക് വേറെ മാർഗമൊന്നുമില്ല, ഇതിൽ പിടിച്ചു നിൽക്കുക, അതിനുവേണ്ടി ആ നല്ല രാഷ്ട്രീയത്തെ മോശപ്പെടുത്തുക. രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ്, ഏത് രാഷ്ട്രീയമാണെങ്കിലും. അതിനെ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നവരാണ് അതിനെ മലീമസമാക്കുന്നത്. അതേസമയം ഈ വാർത്തയുടെ ഉറവിടം CPM തന്നെ അന്വേഷിക്കട്ടെയെന്നും CPMൽ നിന്ന് തന്നെയാണ് ഇത് പുറപ്പെട്ടതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി കോൺഗ്രസും CPMും തമ്മിൽ സൈബർ ഇടങ്ങളിൽ പോർവിളികൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഇത് അവർ ഏറ്റെടുത്ത് കാണും. പക്ഷെ അത് തന്റെ തലയിൽ കെട്ടിവെക്കേണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ കോൺഗ്രസ്സുകാരും കൊടുക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, കൊടുക്കുന്നുണ്ടാവും. കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് നിലനിൽക്കുന്ന CPM കോൺഗ്രസ് സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടാവും. അതിന് എൻ്റെ തലയിൽ വെക്കണ്ട. ആര് എൻ്റെ വീട്ടിലേക്ക് കാളയായിട്ട് പ്രകടനം, എൻ്റെ വീട്ടിലേക്ക് കോഴിയായിട്ട് പ്രകടനം, ഇത് ഞാനും ചെയ്തിട്ടാ? ഞാനാണ് കേസിലെ പ്രതി. ജില്ലാ സെക്രട്ടറിയെ ഒളിക്യാമറയിൽ കുടുക്കിയ പാർട്ടിയാണ് CPM എന്നും അന്നത് ചെയ്തവർ ഇന്നും CPM നേതൃത്വത്തിലുണ്ടെന്നും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ചൂണ്ടിക്കാട്ടി. അവർക്ക് തന്നെയാണ് ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്വമെന്നും കോൺഗ്രസിന് ഇത് ചെയ്യേണ്ട കാര്യമില്ലെന്നും ഷിയാസ് പറഞ്ഞു. ഇന്ന് CPMന്റെ വനിതാ നേതാക്കന്മാർക്ക് പോലും അവരുടെ പൊതുജീവിതവും രാഷ്ട്രീയ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ അവർക്കെതിരായി ദുരാരോപണങ്ങൾ CPM തന്നെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നാണ് ഈ ആരോപണമുണ്ടായത്, ആരാണ് ആദ്യം ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്, എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് CPM ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ? കേസിന്റെ തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ടു പോകുമ്പോൾ സൈബർ ആക്രമണത്തിൽ രാഷ്ട്രീയ പോരാട്ടം ഒന്നുകൂടി കനക്കുകയാണ്. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ കോൺഗ്രസുകാർ ഏറ്റെടുക്കരുതെന്ന് നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. CPM മറ്റുള്ളവർക്കെതിരെ നടത്തുന്ന വ്യക്തിഹത്യകൾ അവരും കൂടി ഓർക്കണമെന്നും കോൺഗ്രസും ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് 18 കൊച്ചി. KJ ഷൈനിന് എതിരെയുള്ള സൈബർ ആക്രമണം പ്രതിപക്ഷ നേതാവിനെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ VD സതീശന്റെ അറിവില്ലാതെ കോൺഗ്രസിന്റെ സൈബർ വിഭാഗം പ്രചാരവേല നടത്തുമോ എന്നും സൈബർ ആക്രമണം ഉയർന്നത് പറവൂർ കേന്ദ്രീകരിച്ച് എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വലിയ ബോംബ് വരാൻ പോകുന്നുവെന്ന് സതീശൻ പറഞ്ഞത് ഇതുപോലൊന്നാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല എന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. എന്ത് കളവും പറയാൻ യാതൊരു മടിയുമില്ലാതെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള കളവ് പ്രചരിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമുണ്ട്. അപ്പോൾ അവരെല്ലാം കരുതി വെച്ച ബോംബ് ഇമാതിരി ബോംബാണെന്നുള്ള ജീർണമായ സാഹചര്യത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അത്രയേ ഉള്ളൂ. പക്ഷേ പറവൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന്റെ അറിവില്ലാതെ കോൺഗ്രസ് സൈബർ വിഭാഗം ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? എറണാകുളത്തെ CPIM നേതാക്കൾക്കെതിരായ ആരോപണം എങ്ങനെ പുറത്തു വന്നു എന്ന KN ഉണ്ണികൃഷ്ണന്റെ പ്രസ്താവനയിൽ വ്യക്തമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അത് തന്റെ തലയിലേക്ക് വെക്കേണ്ട എന്നും സതീശൻ പറഞ്ഞു. ഇതെങ്ങനെയാണ് പുറത്തുപോയതെന്ന് അത് KN ഉണ്ണികൃഷ്ണന്റെ പ്രസ്താവനയിലുണ്ട്, വരികൾക്കിടയിലുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, കോൺഗ്രസ് ആസൂത്രിതമായി തല്ല നടത്തിയിരിക്കുന്നത്. ഇത് അദ്ദേഹത്തെ വേട്ടയാടുവാണ് എന്നാ പറയും.
ഇതെങ്ങനെയാണ് ഈ വാർത്ത പുറത്തു പോയതെന്ന് CPM അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. ഏത് യൂട്യൂബ് ചാനലിലാണ് ആദ്യം ഇത് വന്ന്? നിങ്ങൾ അന്വേഷിക്കും. ഞാൻ കോൺഗ്രസ്സുകാരും കൊടുക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, കൊടുക്കുന്നുണ്ടാവും. കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് നിലനിൽക്കുന്ന CPM കോൺഗ്രസ് സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടാവും. അത് എൻ്റെ തലയിൽ വെക്കണ്ട. ആര് എൻ്റെ വീട്ടിലേക്ക് കാളയായിട്ട് പ്രകടനം, എൻ്റെ വീട്ടിലേക്ക് കോഴിയായിട്ട് പ്രകടനം, ഇത് ഞാനും ചെയ്തിട്ടാ? ഞാനാണ് കേസിലെ പ്രതി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ഗർഭചിത്ര ആരോപണത്തിൽ ഇരയായ യുവതിയോട് നേരിൽ സംസാരിച്ച മാധ്യമപ്രവർത്തകയുടെ മൊഴിയെടുത്ത ക്രൈംബ്രാഞ്ച്. രാഹുലിനെതിരെ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വെളിപ്പെടുത്തലുകളിൽ ഉറച്ചു നിൽക്കുന്നതായി ഇവർ മൊഴി നൽകി. ഇരയായ യുവതിയുടെ പക്കൽ നിന്ന് ലഭിച്ച ചില നിർണായക തെളിവുകളും അന്വേഷണ സംഘത്തിന് ഇവർ കൈമാറിയതായാണ് സൂചന. ക്രൈംബ്രാഞ്ച് മേധാവി ADGP H. വെങ്കടേഷിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വനിതാ DIG ഇരയായ തിരുവനന്തപുരം സ്വദേശിനിയോട് ഫോണിൽ ബന്ധപ്പെട്ടതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ഗർഭചിത്ര ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം നടപടികൾ വേഗത്തിലാക്കിയത്. 26-കാരിയായ ഇരയായ യുവതിയുമായി ആഴ്ചകൾക്ക് മുമ്പ് നേരിൽ സംസാരിക്കുകയും തുടർന്ന് സമൂഹമാധ്യമത്തിലൂടെ അവരുടെ ദുരനുഭവം പുറം ലോകത്തോട് പങ്കുവെക്കുകയും ചെയ്ത വനിതാ മാധ്യമ പ്രവർത്തകയെ കൊച്ചിയിൽ നേരിൽ കണ്ടാണ് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം വിശദമായ മൊഴി രേഖപ്പെടുത്തിയത്. രാഹുലിനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി മൊഴി നൽകിയ മാധ്യമ പ്രവർത്തക നിർണായക തെളിവുകളും ക്രൈംബ്രാഞ്ചിന് കൈമാറിയതായാണ് വിവരം. പുറത്തുവന്ന വിവാദ ശബ്ദരേഖകളുടെ പൂർണ്ണരൂപം ഉൾപ്പെടെയുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇവർ നൽകിയിട്ടുണ്ട്. ഗർഭചിത്രം നടത്തിയ യുവതിയുടെ വെളിപ്പെടുത്തലുകളും ശബ്ദരേഖയിൽ ഉള്ളതായാണ് സൂചന. സംഭവം പുറംലോകം അറിഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തിയിരുന്നതായും അന്വേഷണ സംഘത്തിന് കൈമാറിയ ശബ്ദരേഖയിൽ ഇരയായ യുവതി വെളിപ്പെടുത്തുന്നുണ്ട്. മാനസികാരോഗ്യം വീണ്ടെടുത്ത ശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് യുവതി സഹകരിച്ചാൽ കൈവശമുള്ള കൂടുതൽ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാമെന്നും മാധ്യമപ്രവർത്തക വ്യക്തമാക്കിയതായാണ് സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. പാലക്കാട് നടക്കുന്ന പ്രൊഫഷണൽ കോൺഗ്രസ് മീറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ക്ഷണമില്ല. ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്നതിനാലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒഴിവാക്കിയത്. പാലക്കാട് ഞായറാഴ്ചയാണ് പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. ശനിയാഴ്ച രാഹുൽ പാലക്കാട് എത്തുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. രാഹുൽ മണ്ഡലത്തിൽ സജീവമാകാൻ ശ്രമിക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ ഒഴിവാക്കൽ. VK ശ്രീകണ്ഠൻ MP, DCC പ്രസിഡന്റ് A. തങ്കപ്പൻ തുടങ്ങിയവരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. NM വിജയന്റെ കുടുംബത്തിനെതിരെ MM ഹസൻ. കുടുംബം രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. മുഖ്യമന്ത്രിയെ കണ്ടാണ് പരാതി പറഞ്ഞത്. എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ കാണാൻ ശ്രമിച്ചില്ല എന്നാണ് ചോദ്യം. NM വിജയൻ കോൺഗ്രസുകാരനാണ്, മകന്റെ ഭാര്യ അങ്ങനെയാണോ എന്നറിയില്ല എന്നും കോൺഗ്രസ് കഴിയുന്നത്ര സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും M ഹസൻ പറഞ്ഞു. ആത്മഹത്യയൊക്കെ നമ്മളോട് ചോദിച്ചിട്ടാണോ ചെയ്യുന്നത്? ആത്മഹത്യ ചെയ്ത സംഭവത്തെക്കുറിച്ച് കോൺഗ്രസ് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പോൾ അവരുടെ നിലപാടെന്താ? അവർക്ക് ഈ പ്രശ്നം പറഞ്ഞ് രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തുകയും എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും അവർ ആവശ്യപ്പെടുന്ന സഹായം നേടാനാണ് പോയിരിക്കുന്നത്. ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിൽ. അപ്പോൾ കോൺഗ്രസിനെ എതിർത്താൽ പ്രതിയോഗികളുടെ സഹായം കിട്ടും. അല്ലെങ്കിൽ നേരെ പോയി മുഖ്യമന്ത്രിയോടാണോ? അവർക്ക് എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉണ്ടല്ലോ, അവരെ കണ്ടുകൂടെ? അവർക്ക് അവർ പിണറായി വിജയനെ അല്ലല്ല, പ്രിയങ്ക ഗാന്ധി എന്ത് സഹായം ചെയ്തു എന്ന് അവർ ഒരിക്കലും തുറന്നു പറയില്ല. അവർക്കറിയാമല്ലോ. ഞാൻ മനസ്സിലാക്കിയിട്ട് പറയുകയാണ്. അപ്പോൾ ഇവര് നേരെ പിണറായി വിജയനെ കാണാൻ പോയതിൻ്റെ അർത്ഥം ഇത് ഒരു രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്താൻ അവർ വിനിയോഗിക്കുന്നു. അല്ല, കോൺഗ്രസ് കുടുംബമാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? കോൺഗ്രസ് സഹായം നൽകിയിട്ടും വീണ്ടും ഇങ്ങനെയുള്ള ആരോപണം. MN വിജയൻ കോൺഗ്രസ്സുകാരനാണ്, അടിയുറച്ച കോൺഗ്രസ്സുകാരൻ. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യ കോൺഗ്രസ്സുകാരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ. മകനുമല്ല പറയുന്നത്, മകൻ്റെ ഭാര്യയാണ്. ആലപ്പുഴയിൽ വായ്പയ്ക്കായി KSFEയിൽ ഈട് നൽകിയ ആധാരങ്ങൾ ഉപയോഗിച്ച് ജീവനക്കാരൻ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. KSFE ആലപ്പുഴ അസിസ്റ്റന്റ് ജനറൽ ഓഫീസിലെ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റ് രാജീവ് ആണ് അറസ്റ്റിലായത്. 30 ലക്ഷം രൂപയുടെ തട്ടിപ്പ് രാജീവ് നടത്തിയെന്നാണ് പരാതി. ഈടായി നൽകുന്ന ആധാരങ്ങൾ ഉപയോഗിച്ച് വിവിധ ബ്രാഞ്ചുകളിൽ തട്ടിപ്പ് നടത്തിയ സംഭവം ന്യൂസ് 18 ആണ് പുറത്തു കൊണ്ടുവന്നത്. വായ്പയ്ക്ക് നൽകിയ രേഖകൾ സ്വന്തം ചിട്ടിക്ക് ഈടായി നൽകിയാണ് രാജീവ് തട്ടിപ്പ് നടത്തിയത്. പഞ്ചായത്ത് ജീവനക്കാരിയായ ഭാര്യ, അമ്മ എന്നിവരുടെ പേരുകളിലുള്ള ചിട്ടികൾക്ക് ഈടായി മറ്റുള്ളവർ നൽകിയ ആധാരങ്ങൾ ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തി.
KSFE ആലപ്പുഴ ഈവനിംഗ് ബ്രാഞ്ചിൽ വായ്പയ്ക്കായി ഈട് നൽകിയ ആധാരം കലവൂർ ബ്രാഞ്ചിൽ രാജീവിന്റെ ഭാര്യയുടെ പേരിലുള്ള ചിട്ടിക്കായി നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. സുമ എന്ന സ്ത്രീയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മണ്ണഞ്ചേരി പോലീസാണ് രാജീവിനെ പിടികൂടിയത്. വായ്പ തിരിച്ചടച്ചു കഴിഞ്ഞാണ് ഞങ്ങൾ ആധാരം ചോദിക്കുമ്പോഴത്തേക്കുമാണ് പറയുന്നത് ഒരെണ്ണവേ ഉള്ളൂ, ഒരെണ്ണം ഇല്ലെന്ന് പറയുന്നു. അത് ആരുടെയാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ലോണിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഏത് ആധാരം മാത്രമാണ്? ഞങ്ങളുടെ ലോണിന് ഭർത്താവിന്റെ ആധാരമാണ് ലോണിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് വഴിക്കെന്ന് പറഞ്ഞ കുറവ് ഭൂമിയുള്ള ആധാരമാണ്, കൊടുത്ത ആധാരമാണ് ഞങ്ങളുടെ ആവശ്യത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. സുമയെ കൂടാതെ വീട് നിർമ്മാണത്തിനായി 8 ലക്ഷം രൂപ വായ്പ നൽകാമെന്ന് പറഞ്ഞാണ് രാജീവ്, ബന്ധുവും ആപ്പൂർ സ്വദേശിയുമായ രവീന്ദ്രൻ, ഭാര്യ മണിക്കുട്ടി എന്നിവർ താമസിക്കുന്ന 10 സെന്റ് പുരയിടത്തിന്റെ ആധാരം ഈടായി വാങ്ങി തട്ടിപ്പ് നടത്തിയത്. വായ്പാ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം 8 ലക്ഷം രൂപ KSFEയിൽ നിന്നും രവീന്ദ്രന്റെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് വരികയും ചെയ്തു. മാസത്തിരിച്ചടവിനുള്ള 12,000 രൂപ തന്റെ കൈവശം തന്നാൽ മതിയെന്ന് രാജീവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പല തവണകളിലായി 8 ലക്ഷം രൂപയും ഇവർ തിരിച്ചടച്ചു. പിന്നീട് ചായക്കട തൊഴിലാളിയായ രവീന്ദ്രന്റെ വീട് ജപ്തി ചെയ്യാനായി KSFE ജീവനക്കാർ എത്തിയപ്പോഴാണ് തട്ടിപ്പിന്റെ വിവരം രവീന്ദ്രൻ അറിയുന്നത്. അറസ്റ്റിലായ മണ്ണഞ്ചേരി പോലീസിനെ കൂടാതെ ആലപ്പുഴ സൗത്ത് പോലീസും രാജീവിനെതിരെ കേസെടുത്തിരുന്നു. പരാതിയെ തുടർന്ന് രാജീവിനെ KSFE സസ്പെൻഡ് ചെയ്തു. KSFE വിജിലൻസ് വിഭാഗവും സംഭവത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. പാലക്കാട് സൈബർ തട്ടിപ്പിനിരയായി വീട്ടമ്മയെ കാണാതായതായി പരാതി. കടമ്പഴിപ്പുറം സ്വദേശിനി പ്രേമയെയാണ് കാണാതായത്. കഴിഞ്ഞ സെപ്റ്റംബർ 13 മുതലാണ് പ്രേമയെ കാണാതായത്. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടവർ സമ്മാനം ലഭിച്ചതായി വിശ്വസിപ്പിച്ച് ഇവരിൽ നിന്ന് 11 ലക്ഷം രൂപ തട്ടിയിരുന്നു. 15 കോടി രൂപ സമ്മാനം ലഭിച്ചു എന്ന പേരിലായിരുന്നു തട്ടിപ്പ്. ഇത് സംബന്ധിച്ച് ശ്രീകൃഷ്ണപുരം പോലീസും സൈബർ പോലീസും അന്വേഷണം നടത്തുന്നതിന് ഇടെയാണ് വീട്ടമ്മയെ കാണാതായത്. 13-ന് അർദ്ധരാത്രിയോടെ വീട് വിട്ടിറങ്ങിയ പ്രേമ നടന്നു പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ ഗൂഢാലോചനയെന്ന വാദം പൊളിയുന്നു. ഇതുവരെ തെളിവുകൾ കണ്ടെത്താനായിട്ടില്ല എന്ന് SIT ഹൈക്കോടതിയിൽ. ഗൂഢാലോചന സാധ്യത മാത്രമാണ് അന്വേഷിച്ചത് എന്നും SIT കോടതിയിൽ വ്യക്തമാക്കി. അതേസമയം കേസ് പരിഗണിക്കവേ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യയുടെ മൊഴി രേഖപ്പെടുത്താത്തതിൽ ജസ്റ്റിസ് നാഗപ്രസന്ന രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ ഗൂഢാലോചന നടന്നതായി തെളിവുകൾ കണ്ടെത്താനായിട്ടില്ലെന്ന് SIT കർണാടക ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു. ഗൂഢാലോചന വശം മാത്രമാണ് അന്വേഷിച്ചത്. കേസിൽ സാക്ഷികളായ പുരന്ദര ഗൌഡയും തുക്കാറാം ഗൌഡയും സമർപ്പിച്ച റിട്ട് ഫയൽ പരിഗണിക്കവെയാണ് ജസ്റ്റിസ് നാഗപ്രസന്ന ഗൂഢാലോചനയിൽ വ്യക്തത തേടിയത്. ഹർജിക്കാരെ സാക്ഷികളായി പരിഗണിക്കാനും ചൂണ്ടിക്കാട്ടുന്ന പുതിയ ഇടങ്ങളിൽ പരിശോധന നടത്താനും കോടതി SITക്ക് നിർദ്ദേശം നൽകി. കേസിൽ പ്രതിയായ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയുടെ മൊഴി ബെൽത്തങ്ങാടി മജിസ്ട്രേറ്റ് മുൻപാകെ എന്തുകൊണ്ട് രേഖപ്പെടുത്തിയില്ലെന്നും ജസ്റ്റിസ് നാഗപ്രസന്ന ചോദിച്ചു. മൊഴി രേഖപ്പെടുത്താത്തത് അസ്വാഭാവിക നടപടിയാണെന്നും ജഡ്ജി അഭിപ്രായപ്പെട്ടു. അനധികൃത മൃതദേഹ സംസ്കാരങ്ങളെക്കുറിച്ച് കൈവശമുള്ള വിവരങ്ങൾ സെപ്റ്റംബർ 26 നടക്കുന്ന അടുത്ത വാദത്തിൽ സമർപ്പിക്കാനും ഹർജിക്കാരോട് നിർദ്ദേശിച്ചു. ഗൂഢാലോചന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുടെ വിശദമായ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. അതേസമയം കൂടുതൽ മൃതദേഹ ആവശ്യങ്ങൾ കണ്ടെത്തിയ ബംഗളഗുഡയിൽ പരിശോധന തുടരാനാണ് SITയുടെ തീരുമാനം. ന്യൂസ് 18 ധർമ്മസ്ഥല. പാലിയേക്കരയിൽ ടോൾ പിരിക്കാമെന്ന് ഹൈക്കോടതി. ഉപാധികളോടെ ടോൾ പിരിവിന് കോടതി അനുമതി നൽകി. തിങ്കളാഴ്ച ഉത്തരവിറക്കുമെന്നും അന്നു മുതൽ ടോൾ പിരിവ് പുനരാരംഭിക്കുമെന്നും കോടതി അറിയിച്ചു. നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാലും കേസ് അവസാനിപ്പിക്കില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഗതാഗത മാനേജ്മെന്റ് കമ്മിറ്റി കൃത്യമായ ഇടവേളകളിൽ പരിശോധന തുടരും. കാസർഗോഡ് മലപ്പച്ചേരിയിൽ കേരള ബാങ്കിന്റെ ജപ്തി ഭീഷണി മൂലം പ്രതിസന്ധിയിലായി നിർധന കുടുംബം. ഈ മാസം 22-നകം വീട്ടിൽ നിന്ന് ഒഴിയണം എന്നാണ് കേരള ബാങ്കിന്റെ നിർദ്ദേശം. പഞ്ചായത്തിന്റെ സഹായത്താൽ നിർമ്മിച്ച വീട്ടിൽ കഴിയുന്ന കുടുംബം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത നിസ്സഹായാവസ്ഥയിലാണ്. സെപ്റ്റംബർ 20-ന് വീട് പൂട്ടി താക്കോൽ നൽകണം. അല്ലെങ്കിൽ ഈ മാസം 22-ന് പോലീസുമായി വന്ന് താമസം ഒഴിപ്പിക്കും. ഇതാണ് കേരള ബാങ്കിന്റെ നീലേശ്വരം ശാഖ അധികൃതർ ഏലിയാമ്മ തോമസിന്റെ കുടുംബത്തിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. മടിക്കി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലഭിച്ച 4 ലക്ഷം രൂപയിൽ നിർമ്മിച്ച വീട്ടിലാണ് ഈ നിർധന കുടുംബം കഴിയുന്നത്. 22-ാം തീയതി പോലീസുകാരെയും കൊണ്ടുവന്ന് ഇറക്കി വിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവുമില്ല.
ഒരു വഴിയില്ല. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ ഞങ്ങളെ കൊണ്ടാവും. സംഭവിച്ചിരിക്കുന്നു. ഈ പിഞ്ചു കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്നറിയാതെ ഞങ്ങൾ വിഷമിക്കുകയാണ്. 2014 കുടുംബം കേരള ബാങ്കിൽ നിന്ന് 2,40,000 രൂപ വായ്പ എടുത്തിരുന്നു. എന്നാൽ വെള്ളം കിട്ടാത്ത പ്രദേശത്ത് കുഴൽക്കിണർ കുഴിച്ചതോടെ അതിനായി പണം ചിലവഴിച്ചു. ഇതോടെ തിരിച്ചടവും മുടങ്ങി. എനിക്ക് പല രോഗങ്ങളായി, പലർക്കും ബുദ്ധിമുട്ടും, പണിയും ജോലിയും ഇല്ലാതായി. അതിനിടയ്ക്ക് കുഞ്ഞ് ഇപ്പോൾ ഉണ്ടായി. 3.5 വയസ്സായി കുഞ്ഞിന് ചികിത്സ ഉണ്ടായപ്പോൾ മുതൽ ആശുപത്രിയിൽ ഇറങ്ങി കിടക്കുവാണ്. 2 മാസം കോഴിക്കോട് കിടന്നു. അങ്ങനെ തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് അന്ന് മുതലുള്ള ചികിത്സ. അപ്പോൾ കുഞ്ഞിന് സംസാരിക്കുകയില്ല, ചെവിയും കേൾക്കുകയില്ല, 2 കാലിനും വളവുണ്ട്, നടക്കുകയില്ല, കിടന്ന് ഉരുളുക മാത്രമേ ചെയ്യൂ. അങ്ങനത്തെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പോൾ കുഞ്ഞ് പരിഹാരം മെഡിക്കൽ കോളേജിൽ കിടക്കുക. ഏക ആശ്രയമായ മകനും മകന്റെ കുട്ടിയും രോഗബാധിതരായതോടെ ദുരിതം കൂടി. ഇപ്പോൾ 5,80,000 രൂപ അടക്കണമെന്നാണ് ബാങ്കിന്റെ നിർദ്ദേശം. സഹായിക്കാൻ ആരെങ്കിലും എത്തുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഇതിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഇവർ. ന്യൂസ് 18 കാസർഗോഡ്. അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്ന പശ്ചാത്തലത്തിൽ പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുന്നതിൽ മാർഗനിർദ്ദേശം വേണമെന്ന ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. ജലപീരങ്കികളിൽ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധജലം ആണോ എന്ന് ഉറപ്പുവരുത്തണം. യൂത്ത് കോൺഗ്രസ് എറണാകുളം വൈസ് പ്രസിഡന്റ് സൽമാൻ ആണ് പരാതി നൽകിയത്. ഇടുക്കി മൂന്നാറിൽ 6 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച റോഡ് മഴ പെയ്തതോടെ കുണ്ടും കുഴിയുമായി. ഇതോടെ യാത്രാ ദുരിതത്തിൽ ആണ് തോട്ടം തൊഴിലാളികൾ. 1 വർഷം മുമ്പാണ് മൂന്നാർ സൈലന്റ് വാലി റോഡ് BMBC നിലവാരത്തിൽ നിർമ്മിച്ചത്. 19 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിന്റെ നിർമ്മാണത്തിന് വേണ്ട നിലവാരം ഇല്ല എന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. വിനോദസഞ്ചാരികൾ ഏറെ ഇഷ്ടപ്പെടുന്ന മീശപ്പുലി മലയിലേക്ക് പോകുന്ന പ്രധാന പാതയാണ് ഇടുക്കിയിലെ മൂന്നാർ സൈലന്റ് വാലി റോഡ്. മുൻപ് ഇതുവഴി KSRTC ബസ് സർവീസ് നടത്തിയിരുന്നു. പ്രളയത്തിൽ മണ്ണിടിഞ്ഞ് റോഡ് ഗതാഗതം താറുമാറായതോടെ KSRTC സർവീസ് നിർത്തി. ഇതോടെ തോട്ടം തൊഴിലാളികൾ എസ്റ്റേറ്റിലേക്ക് പോകുന്നതിനും വിനോദസഞ്ചാരികൾ മീശപ്പുലിമല സന്ദർശിക്കുന്നതിനും ട്രിപ്പ് ജീപ്പുകളെ ആശ്രയിക്കേണ്ടി വന്നു. പ്രളയത്തിൽ പൂർണ്ണമായി റോഡില്ലാതെയായി. വർഷങ്ങൾ പിന്നിട്ടെങ്കിലും റോഡിന്റെ പണി പൂർത്തിയാക്കാൻ അധികൃതർ തയ്യാറായില്ല. തൊഴിലാളികൾ റോഡ് ഉപരോധമടക്കമുള്ള സമരം പലവട്ടം നടത്തി. ഇതോടെ റോഡ് 1 വർഷം മുൻപ് നന്നാക്കി. KSRTC അടക്കം സർവീസ് പുനരാരംഭിച്ചു. എന്നാൽ മഴ ശക്തമായതോടെ റോഡ് കുളമായി. ചെറിയ വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാനാകാതെയായി. മൂന്നാറിലിருந்து சைலண்ட் வேலி செல்லக்கூடிய பாதை பார்த்தீங்கன்னா மூணார் டவுன்ல இருந்து நம்ம நெத்திக்குடி கூடாரவள பாகத்துக்கு போகக்கூடிய வாகனங்கள் மற்ற போக்குவரத்து ரோடு இப்போ சமீபத்தில் போட்ட ரோடு ஒரு 6 கோடி ரூபா ப்ராஜெக்ட்னு சொல்லி இப்போ செஞ்ச ரோடு இப்போ ரொம்ப மோசமான நிலைமையில் ஆயிடுச்சு. அதை உடனே பரிசீலனை பண்ணி அந்த ரோடை சரி பண்ணி தரணும். ரொம்ப ஒரு அவசர காலத்துக்கு கூட போக முடியல. ஒரு 3-4 கிலோமீட்டருக்கு பார்த்தீங்கன்னா ரொம்ப மோசமான நிலைமையில் இருக்குது. அதை உடனடியாக பரிகாரம் பண்ணி அதை ரோடை சரி பண்ணுறதுக்கான வாய்ப்பை ஏற்படுத்தி தரணுன்றது எங்களுடைய கோரிக்கை. 6 കോടി രൂപ ചെലവഴിച്ചാണ് 19 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് നിർമ്മിച്ചത്. എന്നാൽ നിലവാരമില്ലാതെ റോഡ് നിർമ്മിച്ചതാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 ഇടുക്കി. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പുതിയ 2 മെത്രാന്മാരെ നിയമിച്ചു. സഭയുടെ യൂറോപ്പിലെ അപ്പസ്തലിക് ശുശ്രൂഷകൾക്കായി മോൺ ഡോക്ടർ കുര്യാക്കോസ് തടത്തിലിനെയും തിരുവനന്തപുരം മേജർ അതിഭദ്രാസന സഹായ മെത്രാനായ മോൺ ഡോക്ടർ ജോൺ കുറ്റിയിലിനെയുമാണ് നിയമിച്ചത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. മെത്രാഭിഷേകം നവംബർ 22 ശനിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കും. ഗാസയിൽ കനത്ത ആക്രമണം നടത്തുന്ന ഇസ്രായേലിന് മുന്നറിയിപ്പുമായി ഹമാസ്. ബന്ദികളാക്കപ്പെട്ടവരെ ഇനി ഒരിക്കലും തിരികെ കിട്ടുമെന്ന് ഇസ്രായേൽ കരുതേണ്ട എന്നാണ് മുന്നറിയിപ്പ്. ബന്ദികളെ ഗാസയുടെ പല മേഖലകളിലായാണ് പാർപ്പിച്ചിരിക്കുന്നത്. ജീവനോടെയോ അല്ലാതെയോ ബന്ദികളെ തിരികെ ഇസ്രായേലിന് ലഭിക്കില്ല എന്നും അവരുടെ ജീവൻ നഷ്ടമായ ഉത്തരവാദി ബെന്യാമിൻ നെതന്യാഹു ആയിരിക്കുമെന്നുമാണ് ഹമാസിന്റെ മുന്നറിയിപ്പ്. അതേസമയം ഗാസയിൽ സ്ഥിരമായി അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തു.
ഏഷ്യാ കപ്പിൽ ഇന്ത്യയ്ക്ക് ഇന്ന് അവസാന ഗ്രൂപ്പ് മത്സരം. ഒമാനാണ് എതിരാളികൾ. നേരത്തെ തന്നെ സൂപ്പർ 4-ൽ എത്തിയതിനാൽ മത്സരഫലം പ്രസക്തമല്ല. ആദ്യ മത്സരങ്ങളിൽ വെല്ലുവിളി നേരിടാതെ മുന്നേറിയ ഇന്ത്യ കൂടുതൽ താരങ്ങൾക്ക് മത്സര പരിചയം ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കിയേക്കും. രാത്രി 8-ന് ദുബായിലാണ് മത്സരം. ഏഷ്യാ കപ്പിലെ അച്ചടക്ക ലംഘനത്തിൽ പാകിസ്ഥാനെതിരെ ICC നടപടിയെടുക്കും. മാച്ച് റഫറിയുടെ മുറിക്കുള്ളിൽ അനുവാദമില്ലാതെ വീഡിയോ ചിത്രീകരിച്ചതിന് ICC CEO സഞ്ജോഗ് ഗുപ്തയാണ് PCBക്ക് നോട്ടീസ് അയച്ചത്. മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റുമായി കോച്ച് മൈക്ക് ഹസനും ക്യാപ്റ്റൻ സൽമാൻ അഗിയും കൂടിക്കാഴ്ച നടത്തുന്നതാണ് പാക് മീഡിയ മാനേജർ പകർത്തിയത്. മാച്ച് റഫറി മാപ്പ് പറഞ്ഞുവെന്ന് PCBയുടെ വാർത്താക്കുറിപ്പിലും ICC വിശദീകരണം തേടിയെന്നാണ് സൂചന. ഓണക്കാലത്ത് വിൽപ്പന വർദ്ധിച്ചതിന് ജീവനക്കാർക്ക് സമ്മാനവുമായി മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ്. 2025-ൽ മധ്യകേരളത്തിലെ ഏറ്റവും കൂടുതൽ ഓണം വിൽപ്പന നടത്തിയ സ്ഥാപനമാണ് മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ്. 1/2 കോടി രൂപയുടെ ഓണസമ്മാനമാണ് ഇവർ ജീവനക്കാർക്ക് ഇത്തവണ നൽകിയത്. കേരള ടെക്സ്റ്റൈൽ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സ്ഥാപനം ഒരു സീസണിൽ മാത്രം ഇത്രയും വലിയ ഓണസമ്മാനം ജീവനക്കാർക്ക് നൽകുന്നത്. കൂടാതെ ഓരോ സെക്ഷനുകളിലും വ്യക്തിഗത നേട്ടം കൈവരിച്ച ജീവനക്കാർക്ക് സ്കൂട്ടറുകളും വാഷിംഗ് മെഷീനുകളും ഓണസമ്മാനമായി നൽകി. തുടർന്നും സഹപ്രവർത്തകർക്കും സമൂഹത്തിനും ഗുണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് അറ്റ്ലസ് മഹാറാണി ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ റിയാസ് VA അറിയിച്ചു.